ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈദ് സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ ടിക്ക ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. എപ്പോഴും മലബാർ ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബിരിയാണിയാണിത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. വീട്ടിലോട്ടേക്ക് പോയാലോ? വീട്ടിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ടേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുക്കുക. ഇതിപ്പോൾ വലിയ പീസല്ല, ഏകദേശം ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ടാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന് നമുക്കൊരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ടിക്ക റെഡിയാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കാം. അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളെ തൈരും നമ്മുടെ മസാലയൊക്കെ കൂടി നല്ലവണ്ണം തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ടിക്ക ബിരിയാണിക്കുള്ള ടിക്ക മസാലയാണിത്. അപ്പോൾ നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. തൈരും മസാലപ്പൊടിയും കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ആദ്യം കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. മുഴുവൻ ചിക്കൻ പീസും ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മളെ ടിക്ക മസാലയും ചിക്കനും കൂടി എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആയി വരണം. അതുവരെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ലവണ്ണം തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അടച്ച് വെച്ചിട്ട് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനിൽ മസാല പുരട്ടിയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടിക്ക തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടി ഇതുപോലത്തെ ഒരു കുഴിയുള്ളൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ടേക്ക് ഒന്ന് നിരപ്പാക്കി കൊടുക്കാം. ചിക്കൻ മൊത്തത്തിൽ തന്നെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് വേറെ വെള്ളമോ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ തന്നെ ഇറങ്ങി വരും, കുറച്ചും കൂടി വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ടിക്ക റെഡിയാവുന്ന സമയത്ത് നമുക്ക് വേറൊരു പാൻ ചൂടാക്കി ഇതിൻ്റെ മസാല ഗ്രേവി റെഡിയാക്കാം. ഏത് പാനിലാണോ നമ്മൾ ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ പാനിൽ തന്നെ മസാല റെഡിയാക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 2 ഗ്രാമ്പു പട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ടേക്ക് 2 വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാളയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളൻ്റെ കളറൊന്ന് ചേഞ്ചായി വരണം, അതുവരെ വഴറ്റിയെടുക്കാം. സവാള വാടി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ടിക്ക ഇടക്കൊന്ന് തുറന്ന് നോക്കണം. കണ്ടില്ലേ, ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ധാരാളം ഇറങ്ങി വന്നിട്ടുണ്ട്, ചിക്കനിൽ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇടക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം വെറ്റുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ നല്ല പാകത്തിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ വീണ്ടും ഒന്ന് നമുക്കിതുപോലെ മിക്സ് ആക്കിയിട്ടൊന്ന് ഇവിടെ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സവാള നല്ലവണ്ണം തന്നെ വാടി വന്നിട്ടുണ്ട്, ഇതുപോലെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം 1 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എരിവിനാവശ്യം ഇതിന് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണക്ക് പാകത്തിന് തന്നെ എരിവുണ്ടാകും. നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് വരുന്ന തക്കാളിയാണ്. അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളി നല്ലവണ്ണം തന്നെ ഒന്ന് വഴന്ന് വരണം, നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിവിടെ അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ടിക്ക എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മൾ ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, ഗ്രേവി ഉണ്ട്, അത് സാരമില്ല, നമുക്കതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വീണ്ടും ഒന്ന് നല്ലവണ്ണം തന്നെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മാറ്റി വെക്കാം.
5 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ തക്കാളിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉടഞ്ഞ് വരണം. ഇനി നമുക്ക് ഇതിൽ ഇത്തിരി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ആദ്യം തന്നെ ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിക്ക് പകരം നിങ്ങൾക്കിനി ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. 3/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. 1-2 മിനിറ്റോളം ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. തൈരും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ യോജിപ്പിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ ചിക്കൻ ടിക്ക മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കി വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ആ ഗ്രേവിയോട് കൂടി ചേർക്കുമ്പോഴാണ് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുന്നത്. അപ്പം മുഴുവൻ ചിക്കനും ഗ്രേവിയോട് കൂടി തന്നെ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല മണം തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം മുഴുവൻ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല മണം തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ മസാലയും ചിക്കനും എല്ലാം കൂടി നല്ല മണം തന്നെ യോജിച്ച് വരണം. അതുവരെ മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മസാല നമുക്കൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്കൊരു ചാർക്കോൾ ഒന്ന് കത്തിച്ച് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു ഇത്തിരി ഓയിലൊന്ന് ഇറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ നമുക്കൊന്ന് ഇതിൻ്റെ ലിഡൊന്ന് അടച്ചു കൊടുക്കണം. അപ്പോഴേക്കും നല്ലൊരു സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഒരു മസാലയ്ക്ക്. അത് നല്ല കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലിഡിന് ഇതുപോലെ ഒരു ഹോൾസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കണം. നമ്മൾ അലൂമിനിയം ഫോയിലോ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്നും ഒരു 20 മിനിറ്റ് പോലെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ റൈസ് ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമുക്ക് ചോറുണ്ടാക്കി തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു കുഴിയുള്ളൊരു പാത്രം എടുക്കാം. പാത്രം നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പു, ഏലക്ക, പട്ട ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളവരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണിത്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കണം. തിളച്ചിട്ടൊന്ന് ഏകദേശം ഒന്ന് ഈ വെള്ളം ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഇതിൽ ചേർത്തുള്ള വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ നമ്മുടെ ചോറിന് നല്ല വെള്ള കളർ കിട്ടും. ഇനി ഇവിടെ അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് ശേഷം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് സവാള ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്മോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കുക. തുറക്കുമ്പോഴത്തേക്കന്നെ നല്ലൊരു മണവും ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്മോക്കിൻ്റെ ഒരു പാത്രം നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. നല്ല ഫ്ലേവറും ഈ ഒരു മസാലയൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ സ്മോക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മസാലൻ്റെ മുകളിൽ തന്നെയാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ട് നിങ്ങൾക്ക് ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ തന്നെ ചോറ് ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിൽ നമുക്ക് ഇത്തിരി ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ അടച്ച് വെച്ചിട്ടൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറും മണം കേട്ടോ. നമ്മളൊരു മലബാർ ബിരിയാണിൻ്റെ അല്ല, ഒരു നോർത്ത് ഇന്ത്യൻ ബിരിയാണിൻ്റെ ഒരു നല്ലൊരു മണവും ഫ്ലേവറാണ് ഉണ്ടാകുന്നത്. നമുക്കിതിന് ഇഷ്ടമുള്ള പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ടിക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ ടിക്ക ബിരിയാണിക്ക് സ്മോക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ റൈസിനും മസാലയ്ക്കും നല്ലൊരു ഫ്ലേവറും രുചിയാണ് ഉണ്ടാകുന്നത്. എപ്പോഴും മലബാർ ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതുപോലെ ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്കിതൊരു വെറൈറ്റി ബിരിയാണി റെഡിയാക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.